അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓഫറിനെ കുറിച്ച്? 20 ഭാഗ്യശാലികൾക്ക് 20 സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 20 വരെ പർച്ചേസ് ചെയ്യുന്ന 20 പേർക്കാണ് ഈ സൗഭാഗ്യം. എങ്ങനെയാണെന്നല്ലേ? എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു. ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെ കുറിച്ച് അറിയണ്ടേ? ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ, ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ, 10 പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മറക്കല്ലേ, ഈ ഓണം സെവൻസിനോടൊപ്പം. ബാലസംഘം കൊച്ചി ഏരിയ സമ്മേളനം നടന്നു. ബാലസംഘം കൊച്ചി ഏരിയ സമ്മേളനം തോപ്പുംപടി CEC ഹാളിൽ സംഘടിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് അർച്ചനയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ജില്ലാ കൺവീനർ NK പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മിനി സാബു, ജോജോ ആന്റണി, M ഹബീബുള്ള, സോണി ഫ്രാൻസിസ്, രാഹുൽ രാജ്, നെദ ഫാത്തിമ, K അജേഷ്, CS ഗിരീഷ്, മുർഷാദ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറിയായി നമ്മുടെ ബാലസംഘം 1938 കണ്ണൂരിലെ കല്യാശ്ശേരിയിലാണ് തുടക്കം കുറിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ 86 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് നമ്മുടെ ബാലസംഘം. ഈ ബാലസംഘം എന്ന സംഘടന, അതിൻ്റെ ലക്ഷ്യം എന്താണ്, അതുകൊണ്ട് കുട്ടികൾക്ക് എന്താണ് പ്രയോജനം, അതെല്ലാമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു സംഘടന എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, ഒരു മതാധിഷ്ഠിത ഗവൺമെൻറ്റാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രം ഭരിക്കുന്നത് BJP സർക്കാരാണെന്ന് നമ്മൾക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം, അതിൻ്റെ ഒരു പോരായ്മകൾ നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലും, കേരളത്തിൽ കുറവാണെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം അതിൻ്റെ ഭാരവാഹികളായി NS അർച്ചന പ്രസിഡന്റ്, മുർഷാദ് വൈസ് പ്രസിഡന്റ്, അനിതലക്ഷ്മി വൈസ് പ്രസിഡന്റ്, നെദ ഫാത്തിമ സെക്രട്ടറി, റോസ്മേരി ജോയിന്റ് സെക്രട്ടറി, അസീം അസ്ലം ജോയിന്റ് സെക്രട്ടറി എന്നിവരെയും കൺവീനറായി സുജിത് എസിനെയും ജോയിന്റ് കൺവീനറായി രാഹുൽ KR, കോർഡിനേറ്ററായി ധന്യ ജിനേഷ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായി അനന്തകൃഷ്ണൻ, ശ്രേയ സന്തോഷ്, മുഹമ്മദ് സയാൻ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.